അവാർഡ്, സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ്, സ്വകാര്യ ചാനലുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവയെല്ലാം വിനോദ അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിലുള്ളവർക്ക് അവാർഡ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. സിനിമയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്ന അവാർഡായിരുന്നു സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ് എന്നിവ. കാരണം ആ വർഷത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ വ്യക്തികൾ അവർക്കാണ് ആ അവാർഡ് നൽകുന്നത്. അതിൽ ആ വർഷത്തിൽ ജനുവരി തൊട്ട് ഡിസംബർ വരെ അയച്ചു കൊടുത്തിട്ടുള്ള അവാർഡിന് യോഗ്യരായിട്ട് നാമനിർദ്ദേശം കൊടുത്തിട്ടുള്ള സിനിമകളുടെ വിഭാഗങ്ങൾക്കാണ് ഈ അവാർഡ് നൽകുന്നത്. പക്ഷേ അടുത്ത കാലത്തായിട്ട് സംസ്ഥാന അവാർഡായാലും ദേശീയ അവാർഡായാലും വളരെ പ്രഹസനം ആയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. പിന്നെ ഉജാല അല്ലെങ്കിൽ സ്വകാര്യ TV ചാനലുകളുടെ അവാർഡുകൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രേക്ഷകരെ അല്ലെങ്കിൽ അവർ ടിക്കറ്റ് കൊടുത്തിട്ടായിരിക്കും വേദിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി അവരുടെ ഇഷ്ട നടന്മാർക്കായിരിക്കും അവർ അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവാർഡുകളെക്കാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിരുന്ന സംസ്ഥാന അവാർഡിനും ദേശീയ അവാർഡിനും ആ മികവ് ഇപ്പോൾ പുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ആ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇഷ്ടതാരങ്ങളുണ്ടോ, ഉദാഹരണത്തിന് മമ്മൂട്ടിയോ മോഹൻലാലോ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചോ എങ്കിൽ അവർക്ക് മാത്രമായിരിക്കണം അവാർഡ്. കാരണം അവരുടെ ആരാധകർ കാണുന്നത് ഇവരുടെ സിനിമകൾ മാത്രമേ ഉള്ളൂ യോഗ്യത, ഇവർ മാത്രമേ മികച്ച രീതിയിൽ അഭിനയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ വളരെ ചെറിയ മുടക്ക് മുതൽ എടുത്തിരിക്കുന്ന സിനിമകളാണോ അവർക്ക് വലിയ പരസ്യം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല, തിയേറ്ററിൽ ചിലപ്പം വലിയ വിജയങ്ങളായിരിക്കുകയില്ല, മറ്റു രീതിയിൽ ഇവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യുവാൻ ഉണ്ടായിരിക്കുകയില്ല, അത് മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന വ്യക്തികൾ കാണും ആ വർഷത്തിൽ. ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമില്ല. തങ്ങളുടെ താരത്തിന് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലിൻ്റെയോ ഒരു സിനിമയുടെ ഉണ്ടെങ്കിൽ അവരെ ഇതിനെ ചോദ്യം ചെയ്യുന്നത്. ഇവരെക്കാട്ടിലൊക്കെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച വ്യക്തി ഏറ്റവും ചെറിയൊരു സിനിമയിൽ അഭിനയിച്ച നടനോ നടിയോ ആയിരിക്കും. അവസാനം വരെ ഇവർക്കാണ് കിട്ടുന്നതെന്നും പറഞ്ഞ ആരാധകർ അങ്ങ് ബഹളം കൂട്ടി ഞങ്ങളുടെ നാടന് മാത്രമേ അവാർഡ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ആരും കേൾക്കാത്ത ഒരു പേരായിരിക്കും വരുന്നത്. പ്രധാനമായിട്ടും ചിലപ്പോൾ ആ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമ പോലും അറിയാത്ത, ആ സിനിമ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള നടന്മാർ അഭിനയിച്ചിരുന്നോ എന്ന് പോലും അറിയാത്ത ലെവലിലുള്ള ആരാധകരിലേക്ക് പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇളിഫ്യരായി പോവുകയാണ് ഈ ആരാധകർ എന്നുള്ളത് പല അവാർഡ് നിർണയ കമ്മിറ്റികളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നേരത്തെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം. എന്നാൽ ഇപ്പോഴൊക്കെ വരുന്ന സിനിമകൾ ഒരിക്കലും അല്ലു അർജുനെ പോലെയോ അല്ലെങ്കിൽ വെള്ളരിപ്രാവിലെ ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് ദിലീപിന് കുഞ്ഞിക്കൂനൻ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആണും പെണ്ണും കൂടെ കൂടിക്കലർന്നിട്ടുള്ളൊരു വേഷം ചെയ്തിരിക്കുന്നത്, അതിനൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിനൊരു കറക്റ്റായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് പറയാം. വെള്ളരിപ്രാവിലെ ചങ്ങാതിക്ക് എന്തിനാണ് അയാൾക്ക് അവാർഡ് കൊടുക്കുന്നത്? അതുപോലെ ദുൽഖർ സൽമാൻ, അതുപോലെ 2011 തൊട്ട് 2015 വരെയുള്ള അവാർഡ് എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രഹസനമെന്ന് തന്നെ പറയേണ്ടി വരും. പുതുമുഖ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള പ്രോത്സാഹന അവാർഡായിട്ടാണോ നമ്മളിതിനെയൊക്കെ കാണുന്നത്? ആ വർഷത്തിൽ ഏറ്റവും കൂടുതൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മികച്ചതായിട്ടുള്ള തലത്തിലുള്ള വ്യക്തികൾക്കാണ് അഭിനയം കൊടുക്കുന്നത്. അതിൻ്റെ അകത്ത് എത്ര പ്രാവശ്യം ഒരാൾക്ക് അവാർഡ് കൊടുത്തെന്നോ അയാൾക്കിനി അവാർഡിന് ഇഷ്ടം പോലെ സമയമുണ്ടെന്നോ ഇതൊന്നും അതിൻ്റെ അകത്തെ ലെവലല്ല. അതിൻ്റെ അകത്ത് ഏത് പ്രായത്തിലുള്ള വ്യക്തികൾ ഓരോ കാറ്റഗറി അനുസരിച്ചുള്ള അവാർഡ് ലെവലുണ്ടല്ലോ, ആ കാറ്റഗറിയിൽ യോജിക്കുന്നതാണെങ്കിൽ ഏറ്റവും മികച്ച കാര്യം ചെയ്തിരിക്കുന്നത് ആരാണ് അവർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ദേശീയ അവാർഡിൽ അല്ലു അർജുൻ. എന്തിന് എന്നുള്ളത് നമുക്ക് വെറും വിഡ്ഢിത്തരമായിട്ടുള്ള അഭിനയ പ്രാധാന്യമുള്ള ഏതെങ്കിലും തലത്തിലൂടെയാണെങ്കിലും ഒക്കെ ഇത് വെറും ഒരു മാസ് മസാല സിനിമ പോലെ. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന
അവാർഡിൽ ഋഷഭ് ഷെട്ടിക്ക് ലാസ്റ്റ് സീനിൽ അദ്ദേഹം മികച്ച അഭിനയം കാഴ്ചവെച്ചു. അതിൻ്റെ അകത്ത് നമുക്ക് അതിശയമില്ല, അത്രത്തോളം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പക്ഷേ അതിൻ്റെ 3/4% അദ്ദേഹം വെറും ഒരു മാസ് മസാല ചിത്രം പോലെ വെറും എന്താണ് അഭിനയിച്ചിരുന്നത്. അപ്പോൾ അതൊന്നും യോഗ്യമായിട്ടുള്ള ഒരു ലെവലുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവാർഡ് കമ്മിറ്റികളുടെ ലെവലുകൾ വളരെ മോശമായി പോയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം. അവരുടെ ഇഷ്ട ആൾക്കാർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുടെ ആവശ്യമില്ല. TV ചാനലുകാർ കൊടുക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. ഇതിനൊരു നിലവാരമുള്ളത് താഴ്ന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓസ്കാർ അവാർഡ് വരുന്ന സമയത്ത് ഇതുപോലെയാണ് പറയുന്നത്. ഇവർ കണ്ടിട്ടുള്ളത് മമ്മൂട്ടിയും മോഹൻലാലിനെയും മാത്രമാണ്. എത്രയോ മികച്ച കലാകാരന്മാർ, മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികൾ, എത്രയോ ഏതൊക്കെ ഭാഷകൾ, ഇന്ത്യയിൽ തന്നെ എത്ര സംസ്ഥാനങ്ങളിൽ ഭാഷകൾ ഉള്ളതുപോലെ തന്നെ ഓരോ രാജ്യത്തിലും അതുപോലെയുള്ള ഭാഷകൾ, സിനിമകൾ ഉണ്ട്. അതിൽ എത്രയോ മികച്ച കലാകാരന്മാരുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അവർ കാണുമ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തില്ലല്ലോ, എന്തുകൊണ്ട് മറ്റേ ആൾക്ക് കൊടുത്തു. മികച്ച സിനിമകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും, അഭിനയങ്ങളും കാര്യങ്ങളും. ഈ പറയുന്ന ഓസ്കാർ, സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ്, ഇതൊക്കെ എന്ന് പറയുന്നത് അതിൻ്റെ നിലവാരത്തിലേക്ക്, തകർച്ചയിലേക്ക് പോയിരിക്കുന്ന കാലം വളരെ വളരെ മോശമായ ഒരവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുന്ന അവസ്ഥയാണ്. മികച്ച ലെവലിലേക്ക് അത് തിരിച്ചു വന്നിട്ട് ഓരോ വർഷവും നമ്മൾ കാത്തിരിക്കുമ്പോൾ കാണുന്നത് ഏറ്റവും മികച്ച കലാകാരന് തന്നെയാണല്ലോ അവാർഡ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ തങ്ങളുടെ തൽപര കക്ഷികൾക്കല്ലല്ലോ എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്ന കാലം നമുക്ക് കാത്തിരിക്കാം.